ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തന്മഞ്ജു ഘോഷാളി മൃഗദ്വിജാകുലം മഹന്മനഃ പ്രഖ്യപയഃ സരസ്വത വാതേന ജൂഷ്ടം ശതപത്രഗന്ധിനാ നിരീക്ഷ്യ രന്തും ഭഗവാൻ മനോദധേ. തന്മഞ്ജു ഘോഷാളി മൃഗദ്വിജാകുലം. തത് ഇവിടെ ആ വനത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് പറഞ്ഞിരിക്കുന്നത്. മഞ്ജു ഘോഷാളി മൃഗദ്വിജാകുലം. മനോഹരങ്ങളായിട്ടുള്ള ഘോഷം എന്നാൽ നാദങ്ങൾ. അങ്ങനെ നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന അളി എന്ന് പറഞ്ഞാൽ വണ്ടുകൾ, മൃഗങ്ങൾ, മൃഗദ്വിജാകുലം പക്ഷികളും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള മനോഹരമായ വൃന്ദാവനം. മഹന്മനഃ പ്രഖ്യപയഃ സരസ്വത. മഹന്മനഃ പ്രഖ്യപയഃ സരസ്വത. മഹാന്മാരുടെ മനസ്സുപോലെ. പ്രഖ്യപയ എന്ന് പറഞ്ഞാൽ സ്വച്ഛമായിരിക്കുന്ന സരസ്വത, ജലസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നവരും. അതായത് മഹത്തുക്കളുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. ആ മഹത്വം, വ്യക്തികളിലെ മഹത്വം കുറയുമ്പോഴാണ് മനസ്സ് അശാന്തമാകുന്നത്. കാരണം അവരുടെ മനസ്സ് പിന്നീട് അരുതാത്ത ചിന്തകളിൽ തന്നെ ഉറച്ചു നിൽക്കും. അപ്പോഴോ മനസ്സാകെ കലുഷിതമായിരിക്കും. ഇവിടെ പറയാം, മഹാന്മാരുടെ മനസ്സുപോലെ സ്വച്ഛമായിരിക്കുന്ന ജലസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നതും. അതേപോലെ വാതേന ജുഷ്ടം ശതപത്രഗന്ധിന. വാതേന എന്ന് പറഞ്ഞ, വാദം എന്നാൽ കാറ്റ്. വാതേന കാറ്റിനാൽ ജുഷ്ടം ആശ്രയിക്കപ്പെടുന്നതുമായിരിക്കുന്ന ശതപത്രഗന്ധിന. താമരപ്പൂവിൻ്റെ ഗന്ധിന എന്നാൽ മണമുള്ള. നിരീക്ഷ്യ രന്തും ഭഗവാൻ മനോദധേ. നിരീക്ഷ്യ നോക്കിക്കണ്ടിട്ട്, രന്തും രമിക്കാനായിക്കൊണ്ട്, ഭഗവാൻ ആ കൃഷ്ണനുണ്ണി മനോദധേ മനസ്സിനെ ധരിച്ചു. നോക്കൂ, ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാന് നമ്മളെപ്പോലെ ബാഹ്യമായ ലോകത്തെ ആസ്വദിക്കുന്ന, നമുക്ക് മനസ്സ് എന്തിനാണ്? ബാഹ്യമായിട്ടുള്ള ഒന്നിനെ ഉള്ളിലേക്ക് എടുത്ത് ആസ്വദിക്കാനാണ്. ഇവിടെ ഭഗവാന് ആത്മാരാമനായതുകൊണ്ട് തന്നെ ഭഗവാന്റെ രമിക്കൽ എന്ന് പറയുന്നത് ബാഹ്യപ്രപഞ്ചവുമായി ബന്ധപ്പെട്ടവയല്ല. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, ബാഹ്യപ്രപഞ്ചത്തിലുള്ള ഈ വക കാര്യങ്ങളെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഭഗവാൻ മനസ്സിനെ ധരിച്ചു എന്ന് പറഞ്ഞാൽ, ഭഗവാൻ നമ്മളെപ്പോലെ മനസ്സുകൊണ്ട് ഇവയൊക്കെ ആനന്ദിച്ചു, രമിച്ചു. നമ്മുടെ കാതുകൾക്ക് ആനന്ദകരങ്ങളായിട്ടുള്ള മധുര ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്ന വണ്ടുകള്, കുയിലുകള്, പക്ഷികള്, മാൻ തുടങ്ങിയ വളരെ ആകർഷകങ്ങളായിട്ടുള്ള മൃഗങ്ങള് എന്ന് തന്നെയുമല്ല, സദാ ഈശ്വരധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗീശ്വരന്മാര്, അവരുടെ സ്വച്ഛമായിരിക്കുന്ന ആ സരസിൽ, മനസ്സിൽ രാഗാതിവിഹീനമായിട്ടുള്ളവയാണ് അവരുടെയൊക്കെ ചിത്തം എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെയൊക്കെ മനസ്സിൽ തട്ടി വരുന്നത് കൊണ്ട് തന്നെ അതിലുള്ള താമരപ്പൂക്കളുടെ സൗരഭ്യത്തിനും മാഹാത്മ്യമേറുന്നു. ഇങ്ങനെ ഒരു നേരിയ കുളിരുള്ള മന്ദവായു വീശിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ വൃന്ദാവനത്തെ 4 ഭാഗത്തും നോക്കി ഭഗവാൻ അങ്ങനെ ആ പ്രദേശത്തെയൊക്കെ വേണ്ടുവോളം ആസ്വദിച്ചു. തന്നെയുമല്ല, തങ്ങൾക്ക് കളിക്കുവാൻ വേണ്ട ഇടങ്ങൾ, അതിന് പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണെന്ന്
നോക്കിക്കണ്ടുവെക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തന്മഞ്ജു ഘോഷാളി മൃഗദ്വിജാകുലം മഹന്മനഃ പ്രഖ്യപയഃ സരസ്വതാ വാതേന ജൂഷ്ടം ശതപത്രഗന്ധിനാ നിരീക്ഷ്യ രന്തും ഭഗവാൻ മനോദധേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെയും സമസ്തപദമാണ്. തന്മഞ്ജു ഘോഷാളി, അവിടെ അളി എന്നുള്ളതാണ് വാക്ക്. വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. തന്മഞ്ജു ഘോഷാളി മൃഗദ്വിജാകുലം. പിന്നെ മഹന്മന പ്രഖ്യപയ, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. സ തത്ര തത്രാരുണ പല്ലവശ്രിയ ഫലപ്രസൂനോരുഭരേണ പാദയോ സ്പൃശികാൻ വീക്ഷ്യ വനസ്പതീൻ മുദാ സ്മയന്നിവാഹാഗ്രജമാദിപൂരുഷ. സ തത്ര തത്രാരുണ പല്ലവശ്രിയ. സഹ, ഇവിടെ അവൻ അഥവാ ആ കൃഷ്ണനുണ്ണി. തത്ര തത്ര അരുണ പല്ലവശ്രിയ. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. തത്ര തത്ര അവിടെ. അരുണ പല്ലവശ്രിയ, അരുണ നിറമുള്ള, ഇളം ചുവപ്പ് നിറമുള്ള, പല്ലവശ്രിയ, ഇളം തളിരിൻ്റെ ശ്രീയോടുകൂടി, ഐശ്വര്യത്തോടു കൂടി, കാന്തിയോടു കൂടിയതും, ഫലപ്രസൂനോരുഭരേണ പാദയോ, ഫലപ്രസൂനോരുഭരേണ, കായ്കളുടെയും ഫലം കൊണ്ടും, പ്രസൂനം എന്നാൽ പുഷ്പങ്ങൾ, പുഷ്പങ്ങളുടെയും മഹത്തായ ഭാരം കൊണ്ട്, ഭരേണ എന്ന് പറഞ്ഞാൽ അത്രയും ആ വൃന്ദാവനത്തിൽ പുഷ്പങ്ങളും കായ്കളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാ, കായ്കളുടെയും പുഷ്പങ്ങളുടെയും ഒക്കെ വലിയ ഭാരം കൊണ്ട്, പാദയോ എന്ന് പറഞ്ഞാൽ പാദങ്ങളിൽ, കാലുകളിൽ, സ്പൃശിഖാൻ, സ്പൃശൻ ശിഖാൻ, സ്പൃശൻ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്നതായിട്ടുള്ള, ശിഖാൻ ശിഖങ്ങളോട് കൂടിയ, ശിഖരങ്ങളോട് കൂടിയ, അഥവാ അതിൻ്റെ ആ ചില്ലകളൊക്കെയും ഈ പുഷ്പങ്ങളുടെയും കായ്കളുടെയും ഒക്കെ ആധിക്യം കൊണ്ട് അതിനുണ്ടാകുന്ന ഒരു ഭാരം നിമിത്തം ഈ വൃക്ഷങ്ങളുടെയൊക്കെ അഗ്രഭാഗം വീക്ഷ്യ, കണ്ടിട്ട്, അതിങ്ങനെ താഴെ സ്പർശിക്കുന്ന വിധത്തിൽ, ഭൂമിയിൽ സ്പർശിക്കുന്ന വിധത്തിലുള്ള അവയുടെയൊക്കെ അഗ്രഭാഗം കണ്ടിട്ട്, വനസ്പതീൻ മുദ, വനസ്പതീൻ വൃക്ഷങ്ങളെ, മുദ സന്തോഷത്തോടു കൂടി, സ്മയൻ നിവാഹാഗ്രജമാദിപൂരുഷ, സ്മയൻ ഇവ ആഹ അഗ്രജം ആദിപൂരുഷ. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സ്മയൻ എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യപ്പെട്ടവനെ പോലെ. സ്മയൻ ഇവ എന്ന് പറഞ്ഞാൽ എന്ന പോലെ. അവയൊക്കെ കണ്ടിട്ട് അത്യധികം കൗതുകത്തോടു കൂടി, അഗ്രജം ആദിപൂരുഷ, അഗ്രജം ജ്യേഷ്ഠനോട്, ആദിപൂരുഷ ആദിപുരുഷനായിട്ടുള്ള ആ കൃഷ്ണനുണ്ണി, ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ ഈ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും കൂടി ആ വൃന്ദാവനത്തിൽ അവിടെ അങ്ങനെ നടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാ കണ്ടത്? അരുണ നിറത്തിലുള്ള ഇളം തളിരുകൾ നിറഞ്ഞതായിട്ടുള്ള
പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള വൃക്ഷങ്ങൾ, അവയുടെ ആ ഒരു അധികരിച്ച ഭാരം കൊണ്ട് ആ ശിഖരങ്ങളുടെയൊക്കെ അഗ്രഭാഗം അങ്ങനെ വളഞ്ഞ് താണു വന്നിട്ട് ഭൂമിയിൽ സ്പർശിച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഭൂമി തളിർത്ത് പുഷ്പിണിയായി നിൽക്കുന്ന ആ വൃന്ദാവനത്തെ കണ്ടിട്ട് അത്യധികം സന്തോഷമായി ഭഗവാന്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കൗതുക കാഴ്ചകൾ കണ്ട് ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ ആ പുഷ്പഫല സമൃദ്ധിയുള്ളതായിട്ടുള്ള വൃന്ദാവനത്തെക്കുറിച്ച് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനുണ്ണിയോട് ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സതത്ര തത്രാരുണ പല്ലവശ്രിയ ഫലപ്രസൂനോരുഭരേണ പാദയോ സ്പൃശിഖാൻ വീക്ഷ്യ വനസ്പതീൻ മുദാ സ്മയന്നിവാഹാഗ്രജമാതിപൂരുഷ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തത്ര അരുണ പല്ലവശ്രിയ, തത്ര അരുണ പല്ലവശ്രിയാണ്. അതുപോലെ പാദയോ, അവിടെ ഒകാരം നീട്ടിയെടുക്കണം. അതേപോലെ വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ സ്പൃശിഖാൻ, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഛ കൂട്ടക്ഷരമാണ്. പിന്നെ നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ സ്മയൻ നിവാഹാഗ്രജമാതിപൂരുഷ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ അത്രയും വായിക്കേണ്ടതുണ്ട്. അവിടെ സ്മയൻ ഇവ ആഹ, ഇങ്ങനെ 3 വാക്കുകൾ ആ ഒരു ഇതിൽ തന്നെ സ്മയൻ നിവാഹാഗ്രജമാതിപൂരുഷ എന്ന് പറയുമ്പോൾ സ്മയൻ ഇവ, നാ കൂട്ടക്ഷരമാണ്, ഇകാരമുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ ഇവ ആഹ, ആഹ എന്നാൽ പറഞ്ഞു. അവിടെയും അഗ്രജം ആദിപൂരുഷ, അത് 2 വാക്കുകൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്മയൻ ഇവാഹാഗ്രജം ആദിപൂരുഷയാണ്. മായുടെ അകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കണം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത ഭഗവാൻ പറയുന്ന കുറേ കാര്യങ്ങളാണ്. വൃന്ദാവനത്തിലൂടെ ഇവരങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോകുമ്പോൾ ഭഗവാൻ തൻ്റെ ചേട്ടനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള രാമനുണ്ണിയോട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അപ്പോൾ നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.